എന്നിട്ട് ഇയാളെ ന്യായീകരിക്കാൻ വേറൊരു ചങ്ങായി വന്നിരുന്നു. ആര്? നമ്മളെ ജമാഅത്തെ ഇസ്ലാമി. ഓങ്ങനെ ചോദിച്ചാ ഓന് അതിൻ്റെ ഇടയ്ക്ക് ഓൻ്റെ ആശയമൊക്കെ മറന്നുപോയി. ഏത് മൗലാൻ നമ്മളെ വിഷയം ഓരോന്നിങ്ങനെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാം. ഇവന് പറഞ്ഞു വെച്ചു അള്ളാന്റെ പേരുകൾ അത് വേറെ ആൾക്ക് പറയാൻ പാടില്ല, അള്ളാനെ കുറിച്ച് പറഞ്ഞ വിശേഷണം വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ഇവരോ മൗലാന പേരോട് എന്ന് പറയും ചെയ്യാം. വേറെയും കുറേ ഉണ്ട്. യാ മുഇസ്സ അഹ്ല സുന്ന എന്ന് പാടിയിട്ടുണ്ട് APLരെ കുറിച്ച്. അതൊക്കെ അടക്കട്ടെ. മുഇസ്സും മുദില്ലു ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് നമ്മളിൻ്റെ അടുത്ത് മൗലാന, ഞങ്ങളെ രക്ഷിതാവ്, ഞങ്ങളുടെ റബ്ബ്, ഇതൊക്കെയാണ് മൗലാനന്റെ അർത്ഥം. ഈ വാചകം എങ്ങനെ ഇയാൾക്ക് പറയാൻ പറ്റി? അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരനൊക്കെ വന്നിട്ടുണ്ട്, പറഞ്ഞു അത് മൗലാന എന്ന് അള്ളാനെ കുറിച്ച് പറയുന്നത് പോലെ ജിബ്രീലും മുഅ്മിനീങ്ങളും മൗലയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ മൗലാന്ന് രണ്ടും ഉപയോഗിക്കും അല്ലെ? ഓൻ വന്ന് പറഞ്ഞപ്പോ നമ്മൾ തിരിച്ചടിച്ചു. എന്ത്? അവിടെ എത്തിയില്ലെങ്കിൽ ബാക്കി ഞങ്ങൾ ശരി. ആ ജമാഅത്തെ ഇസ്ലാമിനൊന്നും കൊണ്ടുപോവാ. ആ ഷമീർ മൗലവി പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും, ഞാൻ നിങ്ങൾക്ക് ഖാലിഖാക്കി തരും പറഞ്ഞില്ലേ? കണ്ടിട്ടില്ലേ? കാണിച്ചു കൊടുക്കാം മാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ. അതിലെ ആയത്താണത്. അഖ്ലുഖുലകും മിനത്വീൻ, കളിമണ്ണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. അതിനാടോ ഖാലിഖ് എന്ന് പറയാ. അത് അർത്ഥം കൊടുത്തത് കണ്ടോ? ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി തരും. അതിന്റെ പേരാടോ ഖാലിഖ്. ഈസ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോ കേട്ടത് നൗഷാദ് ഹസനി എനിക്ക് മറുപടി പറഞ്ഞാണ്. നൗഷാദ് ഹസനിയുടെ പ്രശ്നം എന്താണ്? പേരോടിന്റെ അനുയായികള് പേരോടിനെ സംബന്ധിച്ച് മൗലാന എന്ന് പറഞ്ഞു കളഞ്ഞു. എന്നാൽ മൗല എന്ന വാക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചല്ലേ പറഞ്ഞത്? അൻത മൗലാന, നീയാണ് ഞങ്ങളുടെ മൗല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പേരോടിനെ സംബന്ധിച്ച് മൗല എന്ന് പറയല്? അങ്ങനെ നിങ്ങൾക്ക് പറയാമെങ്കിൽ ഞങ്ങള് ഷേഖ് മടവൂരിനെ സംബന്ധിച്ച് പടച്ചോൻ എന്നും പറയും, ഖാലിഖ് എന്നും പറയും. അതിന് ഞാൻ മറുപടി പറഞ്ഞു. എന്താ ഞാൻ മറുപടി പറഞ്ഞത്? അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അങ്ങക്ക് അള്ളാഹുവാണ് മൗല, ജിബ്രീലും മൗലയാണ്, സത്യവിശ്വാസികളും മൗലയാണ്. എന്നാൽ ഖുർആനിൽ എവിടെയെങ്കിലും അള്ളാഹു നിങ്ങളുടെ ഖാലിഖാണ്, മുഹമ്മദ് നബി ഖാലിഖാണ്, ജിബ്രീലും നിങ്ങളുടെ ഖാലിഖാണ്, സത്യവിശ്വാസികളും നിങ്ങളുടെ... ഭയങ്കര ചോദ്യമായിരുന്നു, ആനത്തല പോലത്തെ ചോദ്യ. ഓന്റെ ആശയുടെ പൊളിഞ്ഞ് ജിബ്രീൽ മൗലയാണ്, അല്ല മാത്രാണ് സഹായി രക്ഷിതാവ് എന്ന് പഠിപ്പിച്ച സലഫി ജമാഅത്തിന്റെ ആശയം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു. ഓനെ ഓർത്തിട്ടില്ല. പേരോട് പുതിയ കൂട്ടുകാരനെ സഹായിക്കാൻ പോയതാ. ഓന്റെ ആശയം പൊളിഞ്ഞു നോക്കണില്ല. ജിബ്രീൽ അലൈഹിസ്സലാം മുഅ്മിനീങ്ങളിൽ നിന്ന് സ്വാലിഹീങ്ങളായ ആളുകൾ, അതാണോ ഔസുൽ ആളം, അതാണോ മൗല. മൗല എന്ന് പറഞ്ഞാൽ അതാ ഔലിയാക്കന്മാർക്ക് വരണ. അവരുണ്ട്, മൗലയുണ്ട്, തർക്കമില്ലാതിൽ. എന്നിട്ട് ഇയാൾ പറയാ എന്നാൽ അത് സൃഷ്ടികളെ കുറിച്ച് ഖാലിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ജിബ്രീലിനെ കുറിച്ച് തന്നെ പറയണമെന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു സൃഷ്ടിനെ കുറിച്ച് പറഞ്ഞാൽ പോരെ? മതി. അപ്പൊ നമ്മൾ ആയത്തോതി കൊടുത്തുണ്ട് അഖ്ലുഖുലകും. ഇന്നിപ്പോ എല്ലാരും പഠിച്ചു, ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. അഖ്ലുഖു ഖലഖ യഖ്ലുഖു ഖൽഖൻ ഫഹുവ ഖാലിഖുൻ. അതാ ഖാലിഖ് ഇസ്മു ഫായില. യഖ്ലുഖു എന്നുള്ളത് സർഫാക്കിയാൽ കിട്ടുന്നതാണ് അഖ്ലുഖു. അപ്പൊ അഖ്ലുഖു എന്ന് പറയുമ്പോ വരുന്ന ആശയം ഈസ നബി അലൈഹിസ്സലാം ഖാലിഖാണ്. എന്തിന്റെ ഖാലിഖ്? പക്ഷിയുടെ രൂപം കളിമണ്ണ് കൊണ്ടുണ്ടാക്കി അതിനെ ഊതിയപ്പോൾ പാറി പറന്നുപോയി. അതാണ് ഖൽഖ്. ഈ ആയത്ത് നമ്മൾ ഓതിക്കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് അങ്ങനെ ഒരു ആയത്ത് ഇല്ലാന്നോ, ഖാലിഖ് ആവൂലാന്നോ. ഇയാൾ മറുപടി പറയും. ഇയാൾ നമ്മളിപ്പോൾ അടുത്ത് പ്രസംഗിച്ചില്ല തിരൂര്. അതിനുശേഷം ഈ ചങ്ങായി വന്നുകൊണ്ട് മറുപടി പറയുന്നത് അത് അല്ലാഹു തആല ഈസാ നബിയെ കുറിച്ച് മാത്രമല്ല പല ആളെ കുറിച്ചും ഖാലിഖ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് സുഖമായില്ലേ? ഇതാണ് ഇറ്റേക്ക് അന്തല്ല എന്ന് പറയുന്നത്. കേട്ടോളൂ, ഞാൻ അതിനെ ഗണ്ണിച്ചില്ല. ആദ്യം ഒരു FB-യിലൊരു കുറിപ്പിട്ടിരുന്നു, ഞാനിതാ അയാളെ വലിച്ചു കയറാൻ പോവാണ്. നമ്മളൊന്നും ആദർശപരമായി വലിച്ചു കയറാൻ ഒരു ശുജായും ദുന്യാവിലില്ലട്ടോ. ഞങ്ങളെ മശായിഖിന്റെ മദതിൽ ഓടുമ്പോ ഞങ്ങളെ മുന്നിൽ ഒരു മുള്ളായി നിൽക്കാൻ പോലും പറ്റൂല. എന്നിട്ടല്ലേ വലിച്ചു കയറല്. വലിച്ചു കയറിയപ്പോ എന്താണോ ആയത് മൗലവി? എന്തായത്? ഒന്നും ആയില്ല. അങ്ങനെ ഉണ്ട്. അങ്ങനെ മാത്രമല്ല വേറും സിട്ടാവുണ്ട് എന്നാ പറഞ്ഞേ. അടുത്ത മറുപടി കേട്ടോളൂ. അല്ലാഹു പറയുന്നുണ്ട് ഈസാ നബി പറഞ്ഞതായിട്ട്
അന്നി അഹ്ലുഖുലകും മിനത്തീനി, ഞാൻ നിങ്ങൾക്ക് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി തരും, കഹൈഅത്തി തൈരി, പക്ഷിയുടെ ആകൃതി പോലുള്ള ഒന്ന്, എന്നിട്ട് ഞാൻ അതിൽ ഊതും, അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അത് പക്ഷിയായി തീരും എന്ന് ഖുർആനിൽ അല്ലേ? ഇല്ലേ? അപ്പോ അന്നി അഹ്ലുഖുലകും, നിങ്ങൾക്ക് ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി തരും. അമാനവി മൗലവി പറഞ്ഞിട്ടുണ്ട് സൃഷ്ടിച്ചുണ്ടാക്കി തരും. അപ്പൊ സൃഷ്ടിച്ചുണ്ടാക്കുന്നവൻ ഖാലിക്കല്ലേ, സൃഷ്ടാവല്ലേ? അതുകൊണ്ട് ഈസാ നബിയെ പറ്റി അള്ളാഹു ഖാലിഖ് എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ ആര് രംഗത്ത് വന്നു? നമ്മുടെ നൗഷാദ് ഹസനി. നൗഷാദ് ഹസനിയോട് ചോദിക്കുകയാണ് ഞാൻ, അള്ളാഹു ഖുർആനിൽ ഖാലിഖ് എന്ന് പറഞ്ഞത്, പടച്ചോൻ എന്ന് പറഞ്ഞത് പിന്നെ ഈസാ നബിയെ പറ്റി മാത്രമാണോ? നിങ്ങളെ മടവൂര് മാത്രമല്ല പടച്ചോന് ഖാലിഖ്, ഈസാ നബി മാത്രമല്ല പടച്ചോൻ. നിങ്ങളെ ന്യായപ്രകാരം ലോകത്തുള്ള മുഴുവൻ മുശ്രിക്കുകളും ഖാലിഖുകളാ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം തെളിവ്. ഖുർആനിൽ അള്ളാഹു സൂറത്തുൽ അൻകബൂത്തിൽ പറയാണ് 17-ാമത്തെ ആയത്തിൽ, ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാന, നിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിനെ വിട്ട് ചില പ്രതിമകളെയാണ്. വതഖ്ലുഖൂന ഇഫ്ക, നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കുന്നത് വെറും വ്യാജം മാത്രമാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വതഖ്ലുഖൂന, നിങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇഫ്ക, വ്യാജത്തെ. അപ്പം മുശ്രിക്കുകളോട് പറഞ്ഞ, അപ്പൊ മുശ്രിക്കുകൾ സൃഷ്ടിക്കുന്നില്ലേ? അവരും നൗഷാദ് ഹസനിയുടെ പടച്ചന്മാരാണോ? അപ്പൊ ഒരു രവിയെ കണ്ടു കഴിഞ്ഞാൽ നൗഷാദ് ഹസനി, പടച്ചോനെ ഇങ്ങോട്ട് വാ, ഏതെങ്കിലും പൂജാരിയെ കണ്ട പടച്ചോനെ ഇങ്ങോട്ട്. ഏതായാലും പേരോട് പറ്റിയ സാധന, കുറ്റ്യാടിയിലെ പ്രിൻസിപ്പൾ ആകാൻ യോഗ്യത ഈ മൗലവിക്കുണ്ട് ഉറപ്പായി. എന്താ പോൻ പറഞ്ഞേ? എടോ മറുപടി പറയേണ്ടത് എന്തിനാ? ആ പോയിന്റ് അഹ്ലുഖുലകും, ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. അമാനി മൗലവി അർത്ഥം കൊടുത്ത്, ആ പടക്കൽ അള്ളാന്റെ പടക്കലല്ല, അതാണ് യുസവ്വിറു, ഞാൻ രൂപകൽപ്പന ചെയ്യും, രൂപാന്തരപ്പെടുത്തും. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മൗലാനന്റെ അവിടെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടായത്. ഇതേപോലെ ഞാൻ രൂപപ്പെടുത്തും. അള്ളാഹ് ഹൽക്ക് പറഞ്ഞ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക, അതമിൽ നിന്ന് വജൂദിലേക്ക് കൊണ്ടുവരും, അത് അള്ളാഹ്ക്കേ ഉള്ളൂ, അതിനിവിടെ തർക്കമില്ല. പക്ഷെ രൂപപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിന് ഖാലിഖ് എന്ന് പ്രയോഗിക്കുന്നു. നമ്മളെ ചർച്ച ഖാലിഖ് എന്ന് പറയാൻ പറ്റുമെന്നാണ്. അപ്പൊ ഈസാ നബി ഖാലിഖാണെന്ന് അള്ളാഹ് പറയുന്നു. ഏതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം മൗലയാണ് എന്ന് പറഞ്ഞ പോലെ ഇതിനല്ലടോ മറുപടി പറയേണ്ടത്. പൂർണ്ണമായും കീഴടക്കി ജമാഅത്ത്. എന്റെ ഓടെ എന്റെ കിതാബൊക്കെ ഇജടക്ക് ഓരോ കിതാബും പിടിച്ചിങ്ങനെ വരലുണ്ടല്ലോ, എവിടെ പോയി അതൊക്കെ? എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുക, ഈസാ നബി മാത്രമാണോ ഖാലിഖ്? വതഖ്ലുഖൂന ഇഫ്കൻ എന്നും കൂടി ഇല്ലേ? അതാ ഞങ്ങൾ ഈ പറയുന്നത്. ഖൽക്ക്, യഖ്ലുഖു, തഖ്ലുഖു ഇതൊക്കെ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളെന്താ ഓല പഠിച്ചവന്മാരാക്കാത്തത്? അതിന്റെ അർത്ഥം എനിക്ക് തിരിയിട്ടാ. തഖ്ലുഖൂന ഇഫ്കൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കള്ളത്തരം പടച്ചുണ്ടാക്കും അല്ലാഹുവിന്റെ പേരിൽ. കള്ളത്തരാണോ പടച്ചുണ്ടാക്കണ്? അപ്പൊ കള്ളത്തരം പടച്ചുണ്ടാക്കുന്ന ആളുകളെ ഖാലിഖീൻ എന്ന് പറഞ്ഞ ആ ആള് ഞങ്ങൾ ഉൾപ്പെടുത്തൂല. ഈസാ നബി ഉണ്ടാക്കുന്ന കള്ളത്തരല്ല, അത് ശരിക്കും ഒരു പക്ഷിയെ ഉണ്ടാക്കുകയാണ്, ഒരു വസ്തുവിനുണ്ടാക്കുക. അത് അള്ളാഹിന്റെ പേരിൽ കളവ് പറയുന്ന പറയുന്നത്. ആ പ്രയോഗം ഉണ്ടായാലൊക്കെ ഇങ്ങനെ അവിടെ ഖാലിഖാനെ ആദരിക്കാരനെ കൊണ്ടെടുക്കല. അല ഇന്ന ഔലിയാ അല്ലാഹ് എന്നുള്ളൊരു സ്ഥലത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അതേ ഖുർആൻ കാഫിരീങ്ങളെ കുറിച്ച് വല്ലദീന കഫറു ബഅദുഹും ഔലിയാഉ ബഅദ്. അപ്പൊ ഇനി ഓരോ മുജാഹിദിനെയും ഓരോ പേരോന്റെ കഥ വല്ലദീന കഫറു ഓലെ കാണുമ്പോ ബളവാ ഔലിയെ എന്ന് പറഞ്ഞു തീർക്കുക നമ്മള്. ഓല് പരസ്പരം സഹായിക്കുന്ന ഈ പറയണ്. അപ്പൊ അന്തല്ലാതെ സംസാരിക്കരുത്. അത് ഖൽക്ക് ചെയ്യുന്നത് ഇഫ്കിനെയാണ്, കള്ളത്തരത്തെയാണ്. അവിടെ ഈ ഖൽക്കെന്ന് പ്രയോഗിച്ചു. നിങ്ങളെ വാദത്തിന് മറുപടിയാണ്. പ്രയോഗിച്ചതുകൊണ്ട് ഒരിക്കലും കുഫറാവൂല. അപ്പൊ ഖാലിഖ് എന്ന പദം പ്രയോഗിക്കൽ കുഫറാണെങ്കിൽ ആദ്യം കുഫർ ഖുർആനിലാണ്. മുജാഹിദേ, ജമാഅത്തെ, മുസ്ലിം ജമാഅത്തെ ഖാലിഖ് എന്ന് പ്രയോഗിച്ച ഇസ്ലാം എന്ന് പുറത്തായാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? അഖ്ലുഖുലക്കുന്നുള്ള ആയത്ത് വെട്ടണ്ടേ? അഖ്ലുഖു എന്ന് പറഞ്ഞാൽ ഞാൻ ഖാലിഖാണ് എന്നല്ലേ? അർത്ഥം വ്യത്യാസം ഉണ്ടല്ലോ. അത് മൗലാനന്റെ അവിടെ ഉണ്ടല്ലോ. ആ മൗലാനെ ഇറച്ചിമ തട്ടിയപ്പോ പേരോണ്ടെന്നാ വന്നിന്. കേട്ടില്ല നിങ്ങള്? ഇല്ലേ, കേട്ടോളി. വെക്ക്, അടുത്ത വെക്ക്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇയാളെ അവൻ കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. ഈ ഷമീർ മോല് വരാനൊരു കാരണമുണ്ട്. ഈ പേരോടും ഇയാളും തമ്മിൽ കുറച്ചായിട്ട് ഭയങ്കര ബന്ധാ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലുണ്ട്, പേരോട് ആ കൈയൊന്ന് മുറുക്കി പിടിച്ചിട്ടുണ്ട്. ആ രംഗമൊന്ന് കണ്ടോളിട്ടോ, അതൊന്ന് കണ്ടിട്ട് നമുക്ക് പേരോളിലേക്ക് പോകാം. അതാണ് ആ മറുപടി പറഞ്ഞ മോലെയാണ് ആ പാൻ്റ് ഇട്ടിരിക്കുന്നത്. ആ കൈ നോക്കി പിടിക്കേണ്ട രംഗം ഒന്നുകൂടി കാണിച്ചു കൊടുക്കാനേ. ഇവിടെയുള്ള മുഴുവൻ കുഫറും അങ്ങോട്ടും, അവിടെയുള്ള മുഴുവൻ കുഫറും ഇങ്ങോട്ടും. ഇതാണ് ഈ രണ്ട് ജമാഅത്തും
മുസ്ലിം ജമാഅത്ത് ഒന്നായപ്പോഴാണ് ഖാലിക്കൊക്കെ തലേ തിരിഞ്ഞു പോയത്.